പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും അതുമൂലമാണ് നവ്യ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത്. ആദ്യത്തെ രീതിയിലുള്ള കടുപ്പത്തിലുള്ള സംസാരങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഒരു മൗനമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നത് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് നവ്യയോട് അന്ന് കനക പറഞ്ഞ കാര്യങ്ങളിൽ അവൾക്ക് എന്തെങ്കിലും സംശയം കൂടി കാണുമോ, ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവൾ തക്കം പാത്ത് മൗനം പാലിച്ച് നിൽക്കുകയാണോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ദേവയാനിയുടെ മനസ്സിലോട്ട് വരികയാണ്. എന്നിട്ട് എന്തായാലും നവ്യയെ എന്തായാലും ശ്രദ്ധിക്കണം, കാരണം ടെൻഷൻ എന്തെങ്കിലും അധികം ആയാൽ വല്ല കടുങ്ങുകയും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം ഭയക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ദേവയാനി കിടക്കാനായിട്ട് മുറിയിലോട്ട് പോവുകയാണ്. മുറിയിലോട്ട് പോകുന്ന സമയത്ത് ചന്തുമോളെ അവിടെയെങ്ങും കാണാനില്ല. ആ ഒരു സമയത്ത് ദേവയാനിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം വന്നു. ഇനി ചന്തുമോളെ നവ്യ എങ്ങാനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ അവളെ കാണുന്നത് ദേഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ചന്തുമോളെ എന്ന് വിളിച്ച് തിരയുകയാണ്. ആ ഒരു സമയത്താണ് നവ്യയുടെ മുറിയിൽ നിന്നും കൊഞ്ചലിൻ്റെയും കുസൃതിയുടെയും സൗണ്ട് കേൾക്കുന്നത്. ആ ഒരു സമയത്ത് വീട്ടിൽ അബിയില്ലായിരുന്നു. അങ്ങനെ പതുക്കെ ദേവയാനി ആ ഒരു സൗണ്ട് കേട്ടിട്ട്, ചന്തുമോളുടെ സൗണ്ട് കേട്ടിട്ട് നവ്യയുടെ മുറിയിലോട്ടാണ് പോയി നോക്കുന്നത്. ഈ സമയത്ത് ദേവയാനി ചിന്തിക്കുന്നുണ്ട്, നവ്യയുടെ മുറിയിൽ നിന്നാണോ ചന്തുമോളുടെ സൗണ്ട് കേൾക്കുന്നത്? അവളെങ്ങാനും കണ്ടാൽ ആ കൊച്ചിനെ വഴക്ക് പറയുമല്ലോ. ഈ കൊച്ചിനാണെങ്കിൽ ഒരു പേടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ വാവ എന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷെ നവ്യ അതിനൊന്നും സമ്മതിക്കില്ലല്ലോ. അപ്പോൾ നവ്യ മാറിക്കഴിഞ്ഞപ്പോൾ വാവയെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് കയറിയതാകും എന്നൊക്കെ ചിന്തിച്ചിട്ട് പതുക്കെ നവ്യയുടെ മുറിയിലോട്ട് ഒളിഞ്ഞു നോക്കുന്ന സമയത്താണ് നവ്യയോടൊത്ത് കളിക്കുന്ന ചന്തുമോളെ കാണാനിടയാകുന്നത്. അങ്ങനെ നവ്യ ചന്തുമോൾ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കുകയും കൊച്ചിനെ കളിപ്പിക്കുകയും ചേച്ചി എന്ന് ഒക്കെ പറഞ്ഞിട്ട്, ഇനി വാവയുടെ ചേച്ചിയാണ്, ചേച്ചീൻ്റെ കുഞ്ഞനിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയും ചന്തുമോൾ നവ്യയുടെ ഓരോ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയും മട്ടസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ടാണ് ദേവയാനി അങ്ങനെ മിഴിച്ച് നിൽക്കുന്നത്. ഇതെന്താ സംഭവം, ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നവ്യ ചന്തുമോളെ മുറിയിൽ പോലും കയറ്റാൻ കൂട്ടാക്കാറില്ലല്ലോ. ഇനി വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുമോ എന്നുള്ള ചിന്തയൊക്കെ ദേവയാനിയുടെ മനസ്സിലോട്ട് വരികയാണ്. ആ ഒരു സമയത്ത് അവരിങ്ങനെ കൊഞ്ചുന്നതും നവ്യ ഇങ്ങനെ സെൽഫി എടുക്കാനൊക്കെ നോക്കുന്നതൊക്കെ ദേവയാനി ഫോണിൽ പകർത്തുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചന്തുമോളെ എന്നൊക്കെ ഇങ്ങനെ അറിയാത്ത രീതിയിൽ വിളിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശി വരുന്നുണ്ട്, ഇങ്ങോട്ട് വന്നതാണെന്ന് പറയണ്ട, നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുകയാണ്. ഒരു ഉമ്മൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പിന്നീട് ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു ഒക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ വാവേനെ നോക്കാൻ പോയതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ചന്തുമോളും ദേവയാനും കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ നവ്യ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ പത്രം വായിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് നവ്യയ്ക്കുള്ള ചായയുമായിട്ട് ദേവയാനി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇതെന്തിനാണ് എനിക്ക് ചായയുമായിട്ട് വരുന്നത്, ഈ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, ഇതിലൊക്കെ മാറ്റം വന്നതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഇന്ന് തനിക്കൊരു ചായ ഇട്ട് തരണം തോന്നി, സൗകര്യം ഉണ്ടെങ്കിൽ കുടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ, ഏതായാലും കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അത് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് ദേവയാനി, ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ, അതിൽ കാണുന്ന സമയത്ത് നീ എന്നോട് സത്യങ്ങൾ തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തുമോളെ കൊഞ്ചിക്കുന്ന ആ ഒരു ഫോട്ടോ ദേവയാനി നവ്യയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണേണ്ട താമസം നവ്യ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇതെങ്ങനെ വലിയമ്മ കണ്ടു എന്നുള്ള, അമ്മായി കണ്ടു എന്നുള്ള ആ ഒരു രീതിക്കാണ് ചിന്തിച്ച് നിൽക്കുന്നത്. അങ്ങനെ തല താഴ്ത്തി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇതെന്തിനാ നിങ്ങൾ ഫോട്ടോ എടുത്തത്? ഞാൻ പിന്നെ കൊച്ചിനോട് അധികം ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതി, കാരണം എന്തൊക്കെയായ കുഞ്ഞല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്കും അതിനോടൊരു സങ്കടം തോന്നി, അതിനെക്കൊണ്ട് കൂട്ടത്തിൽ കൂടി കളിപ്പിച്ചതാണ്, അല്ലാതെ അതിനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, നീ ഇങ്ങനെ ഈ കൊച്ചിനെ കൊഞ്ചിക്കണമെങ്കിൽ നിൻ്റെ മനസ്സിൽ അത്രയും ആഴത്തിലുള്ള ആ ഒരു സ്നേഹം അവളോട് തോന്നിയിട്ടുണ്ട്, അതിന് കാരണം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ ഒന്നും പറയാതെ പിടികൊടുക്കാതെ പോവാൻ നിൽക്കണം. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, നീ എന്തായാലും എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്, ചന്തുമോളോട് എന്തൊക്കെയോ സ്നേഹം നിനക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചന്തുമോളെ കളിപ്പിക്കുന്നത്, അല്ലാതെ നിൻ്റെ സ്വഭാവത്തിൽ ഒരിക്കലും മാറ്റം വരാൻ പോകുന്നതല്ല, എന്തായാലും എന്നോട് പറ എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്, പക്ഷെ അതിന് സമയമായിട്ടില്ല, എല്ലാം സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് ദേവയാനിയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. എന്തായാലും നവ്യയ്ക്ക് കാര്യമായിട്ടുള്ള മാറ്റമാണ് സംഭവിച്ചത് എന്ന് തോന്നുന്നു. ഇനി ദുരുദ്ദേശമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു ഈശ്വര, എന്തായാലും നല്ലത് മാത്രം വരുത്തണേ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവയാനി അങ്ങനെ നിൽക്കുകയാണ്.